ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ട്രാംഫിൻ്റെ സ്റ്റാമ്പർ 400X. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ലോഡ് ആക്സസറീസ് കയറ്റാൻ പോവുകയാണ്. യൂട്യൂബിൽ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ഫുള്ളും കാണുക. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. അപ്പോൾ അതിന് മുന്നേ ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എക്സോസിനോടൊന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ. സോ ഗൈസ്, ഇത് അത്രയാണ് നമ്മൾ മേടിച്ച ഒരു ലോഡ് ആക്സസറീസ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ബാൻഡിഡോസ് പിറ്റ് സ്റ്റോപ്പ് തൃശ്ശൂരിൽ നിന്ന് മേടിച്ച വൈസർ സെറ്റാണ്. ഇത് അലൂമിനിയം കസ്റ്റം ബിൽഡ് സാധനമാണ്. കാണിച്ചു തരാം. ഇതതിൻ്റെ മൗണ്ടിങ് ഹോൾസാണ്. പിന്നെ ഇതാണ് വൈസർ. ഇത് ബാൻഡിഡോ പിറ്റ് സ്റ്റോപ്പിൽ നിന്ന് മേടിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അവരുടെ ലെജൻഡറി കസ്റ്റംസ് പാർട്ട് നമ്പറൊക്കെ ഇതിലുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബാക്ക് ബ്രേക്ക് റിസർവയറിൻ്റെ ഒരു ഗാർഡാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് റിസർവയറിനും ഗാർഡ് വരുന്നുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് സപ്പോർട്ടിംഗ് പ്ലേറ്റ്സ് അത് മോട്ടോർ ടോർക്കിൻ്റെയാണ്. പിന്നെ പബ്ലിക് ഡിമാൻഡുള്ള മോട്ടോർ ടോർക്കിൻ്റെ റേഡിയേറ്റർ ഗാർഡ്സ് ട്രയംഫിൻ്റെ ലോഗോ ഉൾപ്പെടെ ഉള്ളത്. അപ്പോൾ ഇത്രയും ആക്സസറീസാണ് നമ്മളിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. കൂടെ ഈ ഷിഫ്റ്റർ റബ്ബർ. സോ ഈ വീഡിയോ ഫുള്ളും കാണുക. സോ ഗൈസ്, ആദ്യമായിട്ട് നമുക്ക് ഈ റബ്ബർ ഷിഫ്റ്റർ ഇതിട്ട് തന്നെ തുടങ്ങാം. വെറുതെ ഒന്ന് പുഷ് ചെയ്താൽ കയറ്റി കൊടുത്താൽ മതി. വേറെ നമുക്ക് ഇതിൽ വലിയ എഫേർട്ടൊന്നും ഇടേണ്ട കാര്യമില്ല. അടുത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സൈഡ് സ്റ്റാൻഡ് മൗണ്ട്സാണ്. ഉണ്ടോ? അപ്പോൾ ഇത് മോട്ടോർ ടോർക്കിൻ്റെയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഇതാണ് സാധനം. ജസ്റ്റ് ഈ അലങ്കി ബോൾസ് അൺബോൾട്ട് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ സൈഡ് സ്റ്റാൻഡ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഗൈസ്, ഈ ബേസ് പ്ലേറ്റ് അടിയിലോട്ട് കയറ്റിയിട്ട് ഈ ടോപ്പ് പ്ലേറ്റ് ഇട്ട് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഗാർഡാണ്. അപ്പോൾ അത് സിമ്പിളാണ്. മാസ്റ്റർ സിലിണ്ടറിൻ്റെ 2 സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ട്. അത് രണ്ടും അൺസ്ക്രൂ ചെയ്തിട്ട് അതിൻ്റെ പുറത്തൂടെ വെച്ചിട്ട് അതിൽ തന്നെ 2 സ്ക്രൂ പ്രൊവൈഡ് ചെയ്തേക്കും. അത് സ്ക്രൂ ചെയ്ത് കയറ്റിയാൽ മതി. അത്രേ ഉള്ളൂ. ഇത് CNC അലൂമിനിയമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ 2 നീളമുള്ള സ്ക്രൂവും തന്നിട്ടുണ്ട്. സോ അടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന റിയർ മാസ്റ്റർ സിലിണ്ടർ ഗാർഡാണ്.
അത് മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഒരു 4ൻ്റെ അല്ലെങ്കിൽ ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ മൗണ്ട് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ഈ ഒരു ചെറിയൊരു സപ്പോർട്ടിംഗ് പ്ലേറ്റ് എടുത്ത് മാറ്റണം, എന്നാലേ നമുക്കത് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ജസ്റ്റ് മുകളിൽ കൂടെ താഴോട്ട് ഇറക്കിയിട്ട് ആ ഹോള് മാച്ച് ചെയ്തിട്ട് ആ പഴയ ബോൾട്ട് ഇട്ട് മുറുകി കൊടുത്താൽ മതി. അവരൊരു ചെറിയ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവലും മാക്സിമം മിനിമം ലെവലും അറിയാൻ പറ്റും. സോ അടുത്തായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന റേഡിയേറ്റർ ഗാർഡാണ്. അപ്പോൾ കമ്പനി സ്റ്റോക്കായിട്ട് OEM റേഡിയേറ്റർ ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടി ക്വാളിറ്റിയുള്ള റേഡിയേറ്റർ ഗാർഡ്സാണ് മോട്ടോ ടോർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അതിൽ ട്രയംഫിൻ്റെ ലോഗോയും ഉണ്ട്. അപ്പോൾ അത് 4ൻ്റെ 2 അലങ്കി ബോൾട്ട് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കായിട്ടുള്ള റേഡിയേറ്റർ ഗാർഡ് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് സാധനം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗാർഡ്സാണ് മോട്ടോ ടോർക്കിൻ്റെ. സ്റ്റോക്കും ആഫ്റ്റർ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇത് ക്വാളിറ്റി ഇല്ലെന്നല്ല, കുറച്ചും കൂടെ വെൻറ്റിലേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യും. ബട്ട് ഇത് കുറച്ചും കൂടെ സേഫ് ഗാർഡ് ചെയ്യും റേഡിയേറ്റർ ഫിൻസിനെ. ക്വാളിറ്റിയും അത്യാവശ്യം നല്ല സ്റ്റിഫാണ് സാധനം. അപ്പോൾ ഇതിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം. ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. ഗൈസ്, അങ്ങനെ റേഡിയേറ്റർ ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്തു. അപാര ലുക്ക്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ലുക്ക്? എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ. ആ ടീയുടെ ട്രയംഫിൻ്റെ സിമ്പിളും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ലുക്ക് മാച്ച് ആവുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറയുന്ന വൈസർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇത് ലെഫ്റ്റ് മൗണ്ട്, ഇത് റൈറ്റ് മൗണ്ട്. ഇതിൻ്റെ നടുക്ക് വരും ഈ വൈസർ. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഊരിയിട്ട് ഹെഡ്ലൈറ്റിൻ്റെ ഇവിടുത്തെ ഈ 2 മൗണ്ടിങ് പോയിൻറ്റ്സിലാണ് നമുക്ക് വൈസർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ഹെഡ്ലൈറ്റ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഈ 2 മൗണ്ടിങ് പോയിൻറ്റ്സിലും വൈസർ ഇൻസ്റ്റാൾ ചെയ്യാം. സ്റ്റാറിൻ്റെ 4 ടൈപ്പ് ഇട്ട് വേണം നമുക്കിത് അൺസ്ക്രൂ ചെയ്യാം. അപ്പോൾ ഈ വണ്ടി നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ശ്രീകാന്താണ് എടുത്തത്. അപ്പോൾ അളിയ ശ്രീകാന്ത്, ബിഗ് കൺഗ്രാജുലേഷൻസ്. റൈഡ് സേഫ് ആൻഡ് മൈൽസ് ഓഫ് ജോയ് ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ഇവിടെ 2 മൗണ്ടിങ് ഉണ്ട്. അത് അലങ്കി സ്ക്രൂ ആണ്. അതിൻ്റെ സെയിം സ്ക്രൂ അകത്ത് വന്നുണ്ട്. അതും അൺസ്ക്രൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് എടുക്കാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ഈ സ്പേസിലാണ് നമ്മൾ വൈസർ കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഈ നമ്പർ പ്ലേറ്റ് നമ്മൾ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യും.
ഗൈസ്, അങ്ങനെ നമ്മൾ വൈസറിൻ്റെ ക്ലാമ്പ് ഫിറ്റ് ചെയ്തു. രണ്ട് സൈഡിലും നേരത്തെ കാണിച്ച പോലെ ഫിറ്റ് ചെയ്തു. ഹെഡ്ലൈറ്റിൻ്റെ ബോൾട്ടും ടൈറ്റൻ ചെയ്തു. ഇനി വൈസർ ഫിറ്റ് ചെയ്യാം. ഇതാണ് വൈസർ, നേരത്തെ കണ്ട പോലെ. ഈ വൈസർ സ്ട്രൈറ്റ് ആയിട്ട് ഇതിൽ വെച്ചിട്ട് ഈ ഹോള് മാച്ച് ചെയ്ത് ഇവിടെ രണ്ട് അലങ്കി, ഇവിടെ രണ്ട് അലങ്കി, അത് കഴിയുമ്പോൾ വൈസർ ഫിറ്റാവും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വൈസർ ഇൻസ്റ്റാൾ ചെയ്ത് കറക്റ്റായിട്ട്. ഇനി അടുത്ത് ഫൈനലായിട്ട് നമ്പർ പ്ലേറ്റിൻ്റെ മൗണ്ടിങ് പ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് നേരെ ഹെഡ്ലൈറ്റിൻ്റെ അടിയിൽ, നമ്മുടെ സ്റ്റിയറിംഗ് ക്ലാമ്പിൻ്റെ അടിയിൽ ഇവിടെ രണ്ട് അലങ്കിയുടെ നെട്ട് ബോൾട്ട് വരുന്നുണ്ട്. അത് രണ്ടും ലൂസൺ ചെയ്തിട്ട് ഇത് അതിലോട്ട് ടൈറ്റൻ ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമ്പർ പ്ലേറ്റിൻ്റെ ലുക്ക് ഇങ്ങനെ വരും. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്പർ പ്ലേറ്റും നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആ പ്ലേറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വൈസർ ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ സ്റ്റാൻഡിൻ്റെ സപ്പോർട്ട് ബേസ് ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെന്തോ ഇൻസ്റ്റാൾ ചെയ്തു നിങ്ങൾ കണ്ടല്ലോ. ഈ ബ്രാക്കിൻ്റെ റിസർവോയർ ക്യാപ്പ് അത് ഇൻസ്റ്റാൾ ചെയ്തു, ഫ്രണ്ടും ബാക്കും. ഫൈനലായിട്ട് ഈ വരുന്ന റേഡിയേറ്റർ കാർഡ്, ഇതാണ് നമ്മൾ മേടിച്ചതിൽ ഏറ്റവും വർത്തിയായിട്ടുള്ള സാധനമായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ട്രയംഫിൻ്റെ ലോഗോ ഉണ്ട്, കിട്ടില്ല ലുക്ക്. അപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കയറി കാണുക, വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുക. ഓക്കെ ഗൈസ്. അങ്ങനെ ഇത്രയും ആക്സസറീസ് നമ്മൾ ഇന്ന് ട്രയംഫിൽ കയറ്റി. സോ ദിസ് ഇസ് നിതിൻ സെയിങ് ചാവ്. സീ യു ഗൈസ് ഇൻ സം അദർ വീഡിയോ. ബൈ ബൈ.